ജ്ഞാനകീർത്തനങ്ങളിൽ 24-ാമത്തെ കീർത്തനം പാടി ആരംഭിക്കാം. കീർത്തനം 24. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിന്മഹാ നിന്നിടുമെന്നും നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു പീഡകൾ സങ്കടങ്ങൾ പങ്ക പാടുകൾ മരണവും നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജേതനവും നീചപാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു. നീ നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവ ആകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിൻ വാടകൂടിയതും നിന്മക്കൾക്കും സ്വർഗേ ലഭിക്കും. നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടുപോകാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിനും അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിന്റെ കൃപാവനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ലായി നാം പറയുന്നു, നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പം എടുക്കൽ ചെന്ന അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന വേണ്ടി ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി. നമുക്കുള്ള ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു പ്രതിവിധിയും കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത മഹാമാരിയ ലോകം ഭാരപ്പെടുന്നു. 3-4 മാസങ്ങളായി ആരാധനയില്ലാതെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. സമശിഷ്ടങ്ങൾ അനേകര് കോവിഡ്-19 എന്ന മഹാമാരിയ ലോകത്തിന് മാറ്റപ്പെട്ടു. അനേക സമശിഷ്ടങ്ങൾ അതിൻ്റെ ദുരിതവും വേദനയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മെ സഭയായി ദൈവത്തോളം തൻ്റെ വിസ്താരമുള്ള ചിറകടിയിൽ ഒന്നിനെ പോലും ഭാരപ്പെടുത്താതെ, ഒന്നിനെ പോലും പ്രയാസപ്പെടുത്താതെ പരിപാലിക്കും. വാസ്തവമായി ഞാൻ ഓർക്കുമ്പോൾ കർത്താവ് നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ എന്ത് യോഗ്യതയാണ്, എന്ത് അർഹതയാണ് നമ്മളുള്ളത്. പലപ്പോഴും ദൈവസ്നേഹത്തിന് പകരം സ്നേഹം കൊടുക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മളുണ്ടാകും. ഈ അനുഗ്രഹിക്കപ്പെട്ട കാലം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ട് എല്ലാ കുറവുകളെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നാം സഞ്ചരിച്ചത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ വഴികളെ പോലെ നിന്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തകൃതങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെ ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യവുമില്ല അച്ഛന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളെ ക്ഷമിക്കണമേ. യഥാർത്ഥമായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയുന്ന വാക്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ.
മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന് മഹത്തിനായിട്ട് ഞങ്ങളുടെ ദൈവത്തോട് നീതിയോട് സുഖത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമീൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും പാപം ജീവിതക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ. വരുവീൻ, നാം യഹോവയ്ക്കുള്ള ശുശ്രൂഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രങ്ങളുണ്ടാക്കി കരയും അവന്റെ കൈകൾ മലഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അന്വേഷിക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രത്യേക യഹോവയുടെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശക്തമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. മരണവാശികൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ വാതിൽ ചാടിക്കിടക്കും. എല്ലാവർക്കും ഇരിക്കുള്ള വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കും. ഒന്നാമതായി പഴയ നിയമ വേദഭാഗം വായിച്ചു കേൾക്കും. നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള പ്രയോജനങ്ങളെ ശ്രദ്ധിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള പ്രയോജനങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. എൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ വിടുവിക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം
നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കൂ. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി ഇരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചും കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, പ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രേരിക്കുന്ന വേദഭാഗം അവസാനിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. സക്കറിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശം നമ്മെ പറ്റുന്ന ഏവരുടെയും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആവിഷ്കാരമൊക്കെ ഭയം കൂടാതെ നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ വൈദ്യത്തിന്റെ പ്രമാണം വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും ഇരുളിലും മരണത്തിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുള്ള സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. കാലത്തേക്ക് വിശേഷിക്കുന്നത് എന്താണെന്ന് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെ, 6-ാം അധ്യായം 1 മുതൽ 10 വരെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെയും 6-ാം അധ്യായം 1 മുതൽ 10 വരെയും. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണപ്പെടും. അവൻ നമ്മെ ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകിയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്നാനാധിപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആവേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തകരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലേ, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാവുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആശയം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് കേട്ടു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനവാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും
ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നിലും ഇല്ലാത്തവരെങ്കിലും എല്ലാം കവിശമുള്ളവരായി തന്നെ. ഇങ്ങനെ പെരുമാറും അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ദൈവജനങ്ങളെ കേൾക്കി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെ. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കടവും അടിശീലയിൽ കാശുമരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പി. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവമേ നിന്നറിവാതെ ഹൃദയം തുറക്കുകേ, ജീവനാം നിൻ കൃപയാതെ ആത്മകൺ തുറക്കുകേ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ഒരു ബാലൻ തന്റെ പാത നിർമ്മലമാക്കിടുവാൻ കരുതേണം നിൻ പ്രമാണം കാത്തുസൂക്ഷിച്ചിടുവാൻ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. തേടിയോരോ ശലോമോനും ഈ നിക്ഷേപം ദർശനേ, നേടി കർത്തൻ സുപ്രസാദം കേട്ടു തൻ രഹസ്യത്തെ. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. ദൈവഭക്തർക്കടിസ്ഥാനം സത്യത്തിൻ പ്രകാശനം, ജീവശക്തി ആദിന്ദാനം ഫലം ദിവ്യ സ്വാതന്ത്ര്യം. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. നടക്കുമ്പോൾ ഇടരാതെ ജ്ഞാനം കാത്ത് സൂക്ഷിക്കും,
സ്നേഹിക്കുന്നത് എൻ്റെ ദൈവമേ ശരി. നല്ലൊരു വിലയേറിയതുമായ സമയത്ത് കർത്താവേ, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും പരിമിതികളുടെ മധ്യത്തിലും കർത്താവ് ചെറിയൊരു കൂട്ടമാണ് എൻ്റെ അപ്പൻ്റെ സന്നിധിയോടടുത്ത് വരുവാൻ നൽകുന്ന വിലയേറിയ അവസരത്തിനെ സ്തോത്രം. കർത്താവ്, ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരി പ്രതിസന്ധികളെല്ലാം ഉള്ളതിനെ സ്തോത്രം. കർത്താവ് എന്നറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കരുണ തോന്നണമേ, മനസ്സിലായി ഇന്ന് കർത്താവ് താല്പര്യത്തോടെ അങ്ങേ ആരാധിപ്പാൻ ശേഷാൽ കർത്താവ് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശ്രമിപ്പാൻ വന്നിരിക്കുന്ന ഒരു മക്കൾക്ക് സ്തോത്രം. കർത്താവിൻ്റെ പകൽക്കാലം വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളൊന്നും ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ കർത്താവ് വചനത്തെ എഴുതി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളെ തന്നെ ചതിക്കുന്ന അനുഭവമാക്കാതെ കർത്താവെ വചനം കൈക്കൊള്ളുവാൻ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണം. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സഭയ്ക്ക് മൊത്തം അനുഗ്രഹമാണ് തീർക്കണമേ. അടിയെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ബലഹീന അടിയുടെ പായിലെ വാക്കുകളും എൻ്റെ പ്രിയമക്കൾ ഒരു ഹൃദയത്തിലെത്തിയാനും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഒരു വിശുദ്ധ പകൽക്കാലം ചെറിയൊരു കൂട്ടമായി ദിവസങ്ങളായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ മാർച്ച് മാസം 15-ാം തീയതി ആരാധനയ്ക്ക് ശേഷം ദേവാലയങ്ങൾ അടച്ചിട്ടു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീണ്ടും ചെറിയ രീതിയിൽ നമ്മൾ ആരാധന ആരംഭിക്കുന്നു. നമുക്കൊക്കെ അറിയുന്നത് പോലെ ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇത്രയും മാസങ്ങളായിട്ടും ഇപ്പോൾ രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? ഞങ്ങളുടെ പ്രദേശത്ത് മല്ലപ്പള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ. ഇപ്പം ഇന്നും നാളെയൊന്നും മല്ലപ്പള്ളി കംപ്ലീറ്റ് അടച്ചിട്ട് കടകളൊന്നുമില്ല. രോഗവ്യാപനം കൂടി വരിക. ഇതൊക്കെ മധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രോഗമുള്ള ലോകത്തിലൂടെ നമ്മൾ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോലിക്കാരും പോകുന്നതും കാര്യങ്ങൾക്കെല്ലാം പോകുന്നുണ്ട്. നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ ആരാവുള്ളത് അല്ലേ? ഈ കൊറോണയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചോദ്യം, ഈ ഒരു മഹാമാരി എന്ത് പാഠമാണ് നമ്മളെ പഠിപ്പിച്ചത്? നമ്മളത് പറയണ ഒന്നും പഠിപ്പിച്ചില്ല. ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലേ? ഒരു മാറ്റവും സംഭവിച്ചില്ല. യോവേൽ പ്രവചനം തുടങ്ങുമ്പോൾ പ്രവാചകൻ ഒരു ചോദ്യത്തോടെ യോവേൽ പ്രവചനം ആരംഭിക്കുക. അതിനകത്തൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഉണ്ടോ? ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ 8-10 മാസം നീണ്ടു നിൽക്കുന്ന ഒരു രാജ്യത്തിനും മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത മഹാമാരി ഉണ്ടായിട്ടുണ്ടോ? പ്രവാചകന്റെ അന്നത്തെ ചോദ്യം ഇന്നും അർത്ഥവത്ത. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അങ്ങ് വളർന്നു അല്ലേ? പക്ഷേ ഈ ചെറിയൊരു വൈറസിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് അത് തന്നെ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു അല്ലേ? കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ പത്രത്തിലാണ്, മിനിഞ്ഞാത്ത പത്രം, സൂര്യന്റെ ഏറ്റവും വ്യക്തമായ ഫോട്ടോ അല്ലേ പത്രത്തിലുണ്ടായി. ചന്ദ്രനിൽ പോകുന്നു, ചൊവ്വയിൽ പോകുന്നു, ചൊവ്വയിൽ സ്ഥലം മേടിക്കാൻ കൊടുക്കുന്നു, ഹോട്ടലിൽ പണിയാൻ, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ മനുഷ്യന്റെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയൊരു വൈറസ്, കൊറോണ വൈറസ്, അതിനെ നിയന്ത്രിക്കുവാൻ ഒരു ലോകശക്തിക്കും സാധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരാധന തുടങ്ങി. പ്രത്യേകിച്ച് യോഷിയെ അഭിനന്ദനം അറിയിക്കുക. അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധന പ്രസംഗമൊക്കെ ഇന്ന് വരാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ ആരാധന ശേഷം കാണാനായിട്ട് സാധിക്കും. ആരാധന മുഴുവനായിട്ട് ജോഷിയെ ചെയ്യുന്നു. ആരാധനയും പ്രസംഗങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചെറിയൊരു കൂട്ടമായിട്ടൊക്കെ ഞാനും നിങ്ങൾ ദിവസങ്ങളായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് തന്നെ, ഇതെന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടായത്? എന്ത് രൂപാന്തരമാണ് നമ്മളിൽ വരുത്തിയത് അല്ലേ?
ഇവിടെ പ്രവാചകൻ ചോദിക്കും, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്നിട്ട് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, 12 ഭാഗത്ത് പറയുന്നു, ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. ചോദ്യമുണ്ട്, ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നീ തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും നിന്റെ ദൈവത്തിങ്കിലേക്ക് നീ തിരിയണം. കാരണം അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ടുള്ള നാളുകളാണ്. അവിടെ 1-ാം അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരൊക്കെ കരയണമെന്ന് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് 1-ാം അധ്യായം 5-ാം ഭാഗത്ത് പറയുന്നത്, മദ്യപന്മാരെ ഉണർന്നു കരയുവീൻ. ഞാൻ പറഞ്ഞതല്ല, പ്രവാചകൻ പറഞ്ഞതാണ്. മദ്യപന്മാരെ ഉണർന്നു കരയുമെന്ന് പറഞ്ഞ മദ്യപന്മാര് ഉറക്കത്തിൽ അവരൊന്നും അറിയാത്തവർ. അതുകൊണ്ട് മദ്യപാനി ഉണർന്നു കരയണം. വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ മുറയിടുവിൻ. ഇപ്പൊ ദൈവസന്നിധിയിൽ മുറയിട്ട് കരയുവാനുള്ള, വിലപിക്കാനുള്ള നാളുകൾ. എന്നിട്ട് അവിടെ പ്രവാചകൻ പറയുന്നുണ്ട് എങ്ങനെയാണ് കരയേണ്ടതെന്ന്. യൗവനത്തിലെ മരിച്ചുപോയ ഭർത്താവിനെ ചൊല്ലി ജെറ്റെടുത്ത് കരയുന്ന കന്യകയെ പോലെ നീ കരയണം, അല്ലേ? ചെറുപ്രായത്തിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുമോ? ആരും മിണ്ടാതിരിക്കും, വലിയ പ്രയാസമല്ലേ? എന്നാൽ വളരെ യൗവനത്തിലെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു പോയ വലിയൊരു ഇവിടെ പ്രവാചകൻ പറയുന്നത്, വളരെ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച ഒരു കന്യകയെ പോലെ നീ കരയണം ദൈവം. അത് വളരെ വ്യക്തമായി പറയട്ടെ, ഇത് ദൈവസന്നിധിയിൽ കരയുവാനുള്ള നാളുകളാണ്. പറ്റുമോ? ദൈവസന്നിധിയിൽ കരയുവാനും വിലപിക്കുവാനുമുള്ള സമയം. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നു, ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ അറ്റുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? നിന്റെ ആലയങ്ങൾ അടഞ്ഞു കിടക്കുക, ആരാധനയില്ലാതായിരിക്കുന്നു. ഞാനിടയ്ക്ക് കൈക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, കൈക്കാര യോഗപ്രവചനമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കണ്ടതാ. യഹോവയുടെ ആലയത്തിൽ ഭോജനയാഗവും പാനീയയാഗവും അറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് ഇത് നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, ആരാധനയുടെ സന്തോഷം, കൂട്ടായ്മയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷം നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നീ വിലപിക്കണം, നീ കരയണം ദൈവസന്നിധിയിൽ. 11-ാം വാക്യം പറയുന്നു, പുരോഹിതന്മാരെ, കരയേണ്ടത് കളൂടിയന്മാർ മാത്രമൊന്നുമല്ല, സാധാരണ ജനങ്ങൾ മാത്രമല്ല, പുരോഹിതന്മാരെ ജെറ്റെടുത്ത് വിലപിപ്പീൻ. യാഗപീഠത്തിന്റെ ശുശ്രൂഷകരെ മുറയിടുവീൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാകും പാനീയാകും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയത് കൊണ്ട് കരയുവീൻ, ഉപവസിപ്പീൻ. ദൈവാലയത്തിൽ ആരാധന നിന്നുപോയത് കൊണ്ട് കരയുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഈ കൊറോണ എന്ത് മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കിയത്? കുടുംബങ്ങളിൽ എന്ത് മാറ്റമാണ്? സ്വഭാവത്തിന് വലിയ മാറ്റവും വന്നു. സ്വഭാവത്തിന് വലിയ മാറ്റവും വന്നു. വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇതൊന്നും നമ്മളെ തൊടുകയാണ്. ഏതായാലും എല്ലാ മിടുക്കന്മാരും ഈ മുഖേറ കെട്ടാൻ പഠിച്ചു. പണ്ട് കന്നുകാലിക്കായിരുന്നു മുഖേറ, അല്ലേ? ഏത് വിറയ്ക്കാത്തവനും ഏത് ധൈര്യശാലിയും ഇത് കെട്ടാൻ പഠിച്ചല്ലേ? കെട്ടിയിട്ട് വയലും ചിലപ്പോൾ തല്ലും കിട്ടും. അപ്പൊ അതൊക്കെ കെട്ടാനായിട്ട് പഠിച്ചു. അപ്പം ഞാൻ ചോദിച്ചത്, എന്ത് രൂപാന്തരമാണ് ഉണ്ടാക്കിയത്? ഇന്ന് നാം പഴയ ലേഖനപാഠഭാഗത്തൊക്കെ അല്ലേ വായിച്ചത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരു വളരെ വ്യക്തമായി, ഒരുവൻ ക്രിസ്തുവിൽ ആയ, അല്ലാത്ത ഇതിന്റെ ഭാഗമാണ്. ഇത് എഴുതിയിരിക്കുന്നത് എത്ര അർത്ഥവത്താണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം
കഴിഞ്ഞു. ഞാൻ പ്രാർപ്പാട്ട് അത്രയും കാര്യം പറഞ്ഞത്. പക്ഷെ ഇന്ന് പെന്തക്കോസ്ത് ശേഷം 7ാമത്തെ ഞായറാഴ്ച, ഇന്ന് സഭയുടെ വിഷയം ദൈവജനം ക്രിസ്തുവിൻ്റെ സ്ഥാനപതി. ദൈവജനം ക്രിസ്തുവിൻ്റെ സ്ഥാനപതി. പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനപതികൾ. വേദപുസ്തകത്തിൽ നമ്മെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പലപ്പോഴും ദൈവജനം എന്നാണ്, ദൈവജനം, സ്വന്ത ജനം എന്നൊക്കെ വേദപുസ്തകം നമ്മളെ പലപ്പോഴും സംബോധന ചെയ്യും. അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തെ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ദൈവജനമെന്നും സ്വന്ത ജനമെന്നും. അതൊരു പഴയ നിയമ പദമാണ്. ദൈവജനം, ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ദൈവജനം എന്നുള്ള പദം ഉളവായത്. അപ്പൊ ഈ ദൈവജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവജനം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ നിങ്ങളൊക്കെ അർഹതയുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെ, കൽപ്പനകളെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളായി. രണ്ടിലെ നമുക്കൊക്കെ അറിയാം, സ്ഥാനപതി എന്ന് പറഞ്ഞാൽ, അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ വിദേശ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, നിലനിർത്തുവാൻ അംബാസഡേഴ്സ് ഉണ്ട്, സ്ഥാനപതികളുണ്ട്. നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളിലൊക്കെ അംബാസഡേഴ്സിന് അയക്കും സ്ഥാനപതി. അപ്പൊ ഈ അംബാസഡേഴ്സിന് അയക്കുമ്പോൾ അവരൊരു നിശ്ചിത യോഗ്യതയുള്ളവരായിരിക്കും, അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളൊക്കെ ദൈവത്തിന്റെ സ്ഥാനപതികളായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന യോഗ്യത നമുക്കുണ്ടാകും. ദൈവം കൽപ്പിക്കുന്ന യോഗ്യത. മോശയെ വിളിക്കുമ്പോഴും മോശയോട് പറയുന്നത്, മോശയ്ക്ക് യോഗ്യതയില്ലായിരുന്നു. മോശയോട് പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പം കഴിച്ചു മാറ്റി, നീ യോഗ്യതയുള്ള. അല്ലേ? അപ്പൊ ചെരുപ്പ് എങ്ങനെയാ കുറിക്കുന്നത്? ചെരുപ്പ് അർത്ഥമാകുന്നത് അശുദ്ധി, അല്ലേ? ചെരുപ്പെന്ന് പറയുന്നത് അശുദ്ധിയെ കുറിക്കുന്നത്. മോശയെ സ്ഥാനപതിയാക്കി ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ മോശയ്ക്ക് യോഗ്യത കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് മോശയോട് പറയുന്നത്, നിന്റെ കാലിൽ നിന്ന് നിന്റെ ചെരുപ്പം കഴിച്ചു മാറ്റി, അപ്പൊ നീ യോഗ്യതയുള്ളവനാണ്. അപ്പൊ ഈ അംബാസഡർ എന്ന് പറയുന്നത്, സ്ഥാനപതി എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ, രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്റർ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വക്താവ്, സ്ഥാനപതി, അംബാസഡർ. അപ്പൊ ഈ സ്ഥാനപതികളെ കുറിച്ച് പറയുന്നത്, അവർ വിശ്വസ്തരായിരിക്കണം. They must be faithful. അവർ വിശ്വസ്തരായിരിക്കണം. രണ്ട്, അവര് അനുസരണയുള്ളവരായിരിക്കണം. ഇന്ത്യയുടെ അംബാസഡേഴ്സ് അമേരിക്കയിൽ ചെന്നാലും ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥ. അപ്പം they should be obedient. ഒന്ന്, വിശ്വസ്തരായിരിക്കണം. രണ്ട്, അവരനുസരണയുള്ളവരായിരിക്കണം. മൂന്ന്, അവർ ധൈര്യമുള്ളവരായിരിക്കണം. They should be courageous. അവർ ധൈര്യമുള്ളവരായിരിക്കണം. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരെയൊക്കെ അയക്കുമ്പോൾ ധൈര്യത്തോടെ പുറപ്പെട്ടു വരാൻ പറയും. അപ്പൊ സ്ഥാനപതികൾ അവരുടെ ശുശ്രൂഷ ചെയ്യുന്നത്, ഇപ്പൊ ഞാനായിക്കോട്ടെ, ആരായി, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ, സ്ഥാനപതികൾ ധൈര്യമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ സഭയിൽ പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പഠിച്ചു വെച്ചിരുന്നത്. ദൈവത്തിന്റെ വചനം മറകൂടാതെ പറയണം. ഞാൻ വിശ്വസിക്കുന്നത് ജനത്തിന്റെ കയ്യടി നേടാൻ സുഖിപ്പിച്ചുള്ള പ്രസംഗമൊന്നും എനിക്കില്ല. പറയാനുള്ളത് ഞാനങ്ങ് പറയും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. കാരണം യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ധൈര്യത്തോടെ പുറപ്പെട്ടു പോകുകയും നിങ്ങൾക്ക് അധികാരം തരികയും, ഭൂതങ്ങളെ പുറത്താക്കുവാൻ വരെയുള്ള അധികാരങ്ങൾ, പാമ്പിനെയും വഴുതാരെയൊക്കെ ചവിട്ടി മരിക്കാനുള്ള അധികാരങ്ങൾ, സകല അധികാരത്തോടും അയക്കുന്ന സ്ഥാനപതി. അപ്പൊ സ്ഥാനപതികൾ വിശ്വസ്തരായിരിക്കണം,
അനുസരണമുള്ളവരായിരിക്കണം, അവര് ധൈര്യമുള്ളവരായിരിക്കണം. മാത്രമല്ല ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ ദൈവവചനാനുസരണം നേതൃത്വം നൽകാനായിട്ട് പറ്റിയവരായിരിക്കും, പ്രാപ്തിയുള്ളവരായിരിക്കും. ദൈവജനത്തിന് നേതൃത്വം നൽകുവാനായിട്ട് ക്രിസ്തുവിന്റെ സ്ഥാനപതികൾക്ക് സാധിക്കും. അപ്പൊ നമ്മളെ പലരും നോക്കുന്നുണ്ട്. ഒരു ഉപദേശി ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, കമ്മിറ്റിക്കാരെ മറ്റുള്ളവർ നോക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനപതിയായിരിക്കാൻ യോഗ്യത ഉള്ളവനാണ്. ഇത് ജനം വീക്ഷിക്കുന്നു. ഇവിടെ ഇത് പറയുമ്പോൾ 1-ാം പാഠഭാഗം യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയിലൂടെ അഹരോനിലൂടെ തന്റെ സ്വന്തം ജനത്തെ നയിക്കുന്ന ദൈവം മോശ വൃദ്ധനാകുമ്പോൾ അഹരോന്റെ മരണശേഷം ഒരു പുതിയ നേതാവിനെ നിയോഗിക്കുക. യോശുവയിലൂടെ ഒരു പുതിയ നേതൃത്വം. മോശയിൽ നിന്ന് നേതൃത്വം യോശുവയിലേക്ക് കൈമാറുന്ന അനുഭവം. യോശുവയെ സംബന്ധിച്ച് കുറച്ചുകൂടെ ചെറുപ്പമാണ്. മോശയുടെ ഒരു സഹായിയായി, അല്ലെങ്കിൽ മോശയോട് കൂടെ ചേർന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ മോശയുടെ ശുശ്രൂഷകനായിരുന്നു യോശുവ. ദൈവം ഒരുവനെ സ്ഥാനപതിയായി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ അങ്ങ് വിടുകയല്ല. യോശുവയെ തിരഞ്ഞെടുത്തിട്ട് യോശുവയുടെ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, നീയും ഈ ജനവും പുറപ്പെടുക. 5-ാം വാക്യം, നിന്റെ ജീവകാലം ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഇന്ന് വഴി ചില ഉപദേശിമാരും അച്ഛന്മാരും ഒക്കെ ചിലയിടത്ത് എന്താ ചളുക്കൊക്കെ മേടിക്കുന്നുണ്ട് അല്ലേ? അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ചിലയിടത്ത് എന്ന് ചളുക്കൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ യോശുവയ്ക്ക് നൽകുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. No one will be able to stand against you. ഒരിക്കലും നിന്റെ നേരെ നിൽക്കുവാനായിട്ട് ധൈര്യം കാണിക്കുകയില്ല, അല്ലേ? കാരണം ദൈവത്തിന്റെ അംബാസഡർ ആണെങ്കിൽ കർത്താവിന്റെ സ്ഥാനപതികളെ മറ്റുള്ളവർ ഭയപ്പെടുകയും പിന്നെ ഉറപ്പ് നൽകുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനായിട്ട്, അല്ലെ? നമുക്ക് വലിയൊരു കുഴപ്പമാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനായിട്ട് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, വെറുതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ പറ്റുകയില്ല. 27-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. നമ്മൾ എത്ര കൂട്ടം കാര്യമാണ് പ്രാർത്ഥനയോട് പറയുന്നല്ലേ? 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. പിന്നെ പറയുന്നത്, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞു 1/2 മണിക്കൂറാണ് പ്രാർത്ഥന, ഒന്നും തൊട്ട് അവരെ കേൾക്കുകയില്ല, അല്ലേ? ഫുൾ ടൈം പ്രാർത്ഥന. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിച്ചു. എന്താ കാര്യം? യഹോവയുടെ മനോഹരത്വം കാണാൻ. ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ? ദൈവമേ, എന്റെ മനോഹരത്വം എന്നെ ഒന്ന് കാണിക്കണം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളാരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കൊച്ചിന് ജോലി കിട്ടണേ, കൊച്ചിന് കല്യാണം വരണേ, വേറെ പ്രാർത്ഥിക്കാൻ എത്ര കൂട്ട കാര്യങ്ങൾ ഇല്ലേ? ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിന്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. 2, നിന്റെ മന്ദിരത്തിൽ
ധ്യാനിക്കണം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അല്ല. പിന്നെ എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ നല്ല കാര്യമാണ്. 10-20 മറ്റൊരായിട്ട് കയറാത്ത പുള്ളികളാണ് പള്ളിയിൽ നിൽക്കാറ് അല്ലേ? എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്. കൊള്ളുവോ പ്രാർത്ഥന? ഈ പ്രാർത്ഥന കൊള്ളാവോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ പ്രാർത്ഥന എന്താണ്? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കാൻ. ഇതാ അപേക്ഷിച്ചത്. അപേക്ഷിക്കുമ്പോൾ അതിന്റെ ബാക്കിയുള്ള വായിച്ചു നോക്കണം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഇത് പ്രാർത്ഥിച്ച് യഹോവയുടെ മനോഹരത്വം കണ്ടവർക്കുള്ളതായത്, അല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. യഹോവയുടെ മനോഹരത്വം കണ്ടവർ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. നോക്കുക, ഒരു ചെറിയ പ്രാർത്ഥനയാണ്, അത് കഴിയുമ്പോഴുള്ള കാര്യം. പാറമേൽ എന്നെ ഉയർത്തും. ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം കാണത്തക്കവണ്ണം ഇവനായ യഹോവയാൽ ദൈവത്താൽ ഉയർത്തപ്പെട്ട മനുഷ്യൻ ദൈവത്താൽ ഉയർത്തപ്പെട്ട മനുഷ്യൻ മറ്റുള്ളവർ കാണും. പാറമേൽ എന്നെ ഉയർത്തും. പാറമേൽ ഉയർത്തുക എന്ന് പറയുന്ന അർത്ഥം എല്ലാവരും കാണുക മാത്രമല്ല, ഇനി അവനവിടെ വീഴരുത്, ഉറപ്പല്ല ഉയർത്തിയിരിക്കുന്നത് അല്ലേ? അവിടെ കാറ്റടിച്ചാൽ വന്മഴ പെയ്താൽ ഒന്നും എഴുതി വിടുന്ന ഒന്നും സംഭവിക്കില്ല. എവിടെ ഉയർത്തിയിരിക്കുന്നത്? പാറമേല ഉയർത്തിയിരിക്കുക. ഇനി എല്ലാ കൊടുക്കാറ്റ് അവന്റെ ജീവിതത്തിൽ അടിച്ചാലും വീഴുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞത്. ഈ വചനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഞാൻ കുടുംബമായി ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്നു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉറപ്പും. അതിന്റെ ബാക്കി പിന്നെ പറഞ്ഞു, നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ഞാന് അഹങ്കാരം പറയല്ല. എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. ഇവിടെ പറയും പോലെ അനർത്ഥ ദിവസത്തിൽ അല്ലേ ഒളിപ്പിക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. പക്ഷേ എന്നെ പാറമേൽ ദൈവം ഉയർത്തും. പൂർണ്ണമായി വിശ്വസിക്കുക. ഇന്ന് വരെ ഒരു കാര്യത്തിനും മുടക്കം വരുത്തിയില്ല. ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം മോഡൽ വിവാഹം, അത് ഏറെക്കുറെ റെഡിയാവുകയും ഞാൻ നിക്ഷേപത്തിനെ കൊടുത്ത് കുറച്ചേറെ ആലോചനകൾ വന്നപ്പോൾ ഈ ആലോചനകളെല്ലാം കൂടെ ദൈവസന്നിധി സമർപ്പിച്ചോണ്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് ഇതിലൊരു തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റില്ല, ഏതാണ് നല്ലത്. കല്യാണം നമുക്കറിയാം, പേരെ നോക്കിയൊന്നും പറ്റുമോ? ഞാൻ ദൈവസന്നിധി ദിവസങ്ങളൊക്കെ ഇരിക്കുക, കർത്താവെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഇതിലേതാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇത് പ്രാർത്ഥനയോടെ, വളരെ വ്യക്തമായി പറയും, ഇത് പ്രാർത്ഥനയോടെ ചെയ്യുക. ഞാൻ പറഞ്ഞത് അനർത്ഥ ദിവസത്തിൽ തിരുനാഥൻ നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു ദൈവം, പാറമേൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന്, ശുഭമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഇംഗ്ലീഷ് ബൈബിളത് സക്സസ്ഫുൾ എന്നാണ്. നീ വിജയിയാകേണ്ടത്. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ഈ ന്യായപ്രമാണത്തിലുള്ളതിന്റെ വായിന്നും നീങ്ങിപ്പോകരുത്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. യു വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ. നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. ആ രണ്ട് വാക്കിന് വലിയ അർത്ഥമാണ്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നമ്മളൊക്കെ
ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാണ്. ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു ഭാഗം പഠിച്ചപ്പോൾ, കഴിഞ്ഞ രാത്രിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഒരു അഹങ്കാരം പറയല്ല, കൃതാർത്ഥനാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര, മലയാളം നമുക്കൊക്കെ അറിയാം, പക്ഷെ അത്ര ക്ലിക്കായി. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കി അതിനകത്ത് കണ്ടത് യു വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ എന്നാണ്. നിനക്ക് സമൃദ്ധി ഉണ്ടാകും, നീ വിജയിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാണ്. ഇവിടെ ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ എന്ന് പറയുന്ന രണ്ടാമത് ആ ഭാഗം ഞാൻ നിർത്തി, ഒരു കാര്യം പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ എന്ന് പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടുള്ളവരെ. ഒരു ലേഖനം 2 കൊരിന്ത്യർ 5-ാം വാക്യം വായിച്ചപ്പോൾ നാം അവിടെ കണ്ടത്. അത് തുടങ്ങുന്നത് തന്നെ 16-ാം വാക്യം തുടങ്ങുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരുവൻ, ഞാൻ ആദ്യം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, പഠിച്ചിട്ടുള്ളവരും പഠിക്കുന്നവരൊക്കെ ഉള്ളവർ ഞാൻ പറയാം, അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, if anyone is in Christ, ആയാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ he is a new creation, അവൻ പുതിയ സൃഷ്ടി. ഇന്ന് പകൽക്കാലം ചിന്തിച്ചതാണ്, ഞാൻ ഇതുവരെ ക്രിസ്തുവിലായിട്ടു. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല എങ്കിൽ നീ ക്രിസ്തുവിലായിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കും, സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു. ഞാനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ച ഒരു വാക്യം, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, വല്ല മാറ്റവും വന്നതിന് വേണ്ടി. എൻ്റെ വായിലെ വാക്കുകൾക്കും എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കും എന്തെങ്കിലും മാറ്റം വന്നു. ഇത് മാറുമ്പോൾ സ്വഭാവം മാറും, ആറ്റിറ്റ്യൂഡ് മാറും. എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ചിന്ത, വല്ല മാറ്റവും വന്നു എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ ക്രിസ്തുവിലായിട്ടില്ല. ദൈവജനം എന്ന പദവിയിലേക്ക് നീ എത്തിയിട്ടില്ല. ദൈവത്തിന്റെ സ്ഥാനപതികൾ എന്ന അനുഭവത്തിലേക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ എത്തിയിട്ടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പറയുന്നത്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് തന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു, ദൈവത്തോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് നൽകി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കേണ്ട മനസ്സായി. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഇതുവരെയും മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഇത് മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇനി ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഈ സാധിച്ചെന്ന് വരികയില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഇത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, അല്ലേ? ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, അല്ലേ? ഈ കൊറോണയുടെ കാലം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ഒരു കാര്യം ഞാനൊക്കെ പറയാം. 2.5 മാസത്തോളം, 2 മാസത്തിലധികം ബാറുകളിലും ബിവറേജൊക്കെ അടച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് വിചാരിച്ചു, ഞാൻ ചിലരോടൊക്കെ പറയുകയും ചെയ്തു, നമ്മുടെ ചെറുപ്പക്കാർ കുറച്ച് പേര് രക്ഷപ്പെടുമെന്ന്. ഈ കഴിക്കും രക്ഷപ്പെട്ടില്ല, കുറെ കൂടെ കൂടിയതേ ഉള്ളൂ. അന്ന് കുറേശ്ശെ മേടിച്ചിരുന്ന പുള്ളികൾ ഇപ്പൊ 4 കുപ്പി വീതം മേടിക്കണം. ആപ്പൊക്കെയായി. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം, ഞാൻ കേട്ടവരൊന്നും പറയാം. കാരണം വെച്ചാൽ ഒരു വർഷത്തിൽ എൻ്റെ സ്കൂട്ടറൊക്കെ നന്നായിരുന്നു, എല്ലാവരോട് പോകും. അത് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എന്താ ആ ഹോട്ടലിൽ വരുന്നത് അർക്കാഡിയുടെ തൊട്ടിപ്പുറത്താണ്. അവിടെ പോയി നിൽക്കാൻ പ്രയാസം. ഈയുടെ സ്കൂട്ടർ കൊണ്ട് കൂടുതൽ കിട്ടുന്നോണ്ടാ നമ്മുടെ ഒരാൾ ബിഗ് ഷോപ്പറും കൊണ്ട് മേടിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് അരി മേടിക്കാനും ബിഗ് ഷോപ്പറോട്ട് പോവുകയില്ല. ഞാൻ പിന്നെ കാണലില്ലെന്ന് തിരിഞ്ഞു നിന്നു. അവിടെ നിൽക്കാനിപ്പോൾ വലിയ പ്രയാസമാണ്. വീട്ടിൽ നിന്ന് പറയല്ല, നീ കടയിൽ പോയി സജ്ജി കൊണ്ടുപോയി മേടിച്ചോണ്ടാ പറഞ്ഞാൽ മേടിച്ചോണ്ടാ നമ്മുടെ ചെറുപ്പക്കാർക്ക് മടി. ബിഗ് ഷോപ്പറിനകത്ത് സാധനം മേടിച്ചത് ഇല്ല, എത്ര താല്പര്യം. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് അതിനുള്ള സമയമല്ല സഹോദര.
കുഞ്ഞെ, നീ നിലവിളിക്കുവാൻ, കരഞ്ഞ് മുറയിടുവാനുള്ള സമയമായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, 3 കുഞ്ഞുങ്ങളുണ്ട് ചെറുപ്പക്കാരൻ. എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ നടക്കരുത്. നിനക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഉള്ളത്. നീ പലയിടത്തുനിന്ന് നീ ഇങ്ങനെ കള്ളും കുടിച്ച് ആധുനിയായിട്ട് നടന്നത്, നീ എവിടെ നിന്ന് ഈ കൊറോണയെ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കുകയില്ലേ? നീ ഇതൊന്ന് മതിന്ന് മാറും. 24 മണിക്കൂർ മധ്യ രാവിലെ 8 മണിക്ക് ഇറങ്ങിപ്പോയാൽ രാവിലെ രാത്രി 11-നോ 12-നോ കയറി വരുന്നു. അവനെ വിളിച്ചു നിർത്തി പറഞ്ഞു, എൻ്റെ പ്രിയ കുഞ്ഞെ, നീ ഇങ്ങനെ ചെയ്യരുത്. നിനക്ക് 3 പൊടി കുഞ്ഞുങ്ങളല്ലേ ഉള്ളത്. അതുങ്ങൾക്ക് നീ രോഗം കൊണ്ട് കൊടുക്കരുത്. ഇത് വലുതും നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിലാവുമോ? പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കവല നിരക്കാനും വെള്ളമടിക്കാനും നടക്കുക അല്ലേ? ഇവിടുത്തെ കാര്യമില്ല പറഞ്ഞാലും എന്നെ ഒന്നും പറയാം. ഞാൻ വേറൊരു സഹോദരനെ ശാസിച്ച കാര്യം പറഞ്ഞു. ശാസിച്ച അവനെ ഉപദേശിച്ച കാര്യമാണ് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും സമയമല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇപ്പോൾ ദൈവവും ദൈവവചനവും ഒക്കെ ഇപ്പോഴും നിനക്ക് സമീപമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതൊക്കെ നിന്നിൽ അകന്നു പോകുന്നൊരു സമയമുണ്ട്. ദൈവവചനത്തിന് വേണ്ടി നീ ഓടി നടക്കുന്ന ഒരു സമയമുണ്ട് നിന്റെ മുമ്പിൽ. ഇന്ന് നിനക്ക് വേണ്ട അച്ഛൻ പ്രസംഗിച്ചാലും വേണ്ട, ഉപദേശി പ്രസംഗിച്ചാലും വേണ്ട, ഇതൊക്കെ കേട്ട് മടുത്തു. നീ ഇത് അന്വേഷിക്കും, നീ ദൈവത്തെ അന്വേഷിക്കും, ദൈവവചനം അന്വേഷിക്കും. അന്ന് നീ പറയും, മലകളെ വന്ന് ഞങ്ങളെ ഒന്ന് മൂടുവിൽ. ഒരു മലയിൽ നിന്നെ മൂടുകയല്ല, നിന്നെ സംരക്ഷിക്കുകയല്ല. മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താനായിട്ട് പോവുകയാണ്. കരഞ്ഞ് മുറയിടുവാനുള്ള സമയം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത്, പ്രസംഗിക്കേണ്ടതിന് അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. യേശുവിൻ്റെ കാലത്ത് പ്രസംഗിച്ചതും ഈ ബലഹീനൻ പ്രസംഗിക്കുന്നത് തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. വള്ളിയാവളപ്പള്ളി ഇരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരൻ ജോസ്റ്റാൻ ഞാൻ വിളിക്കുന്നു. 3 പെൺമക്കളാണ് വിളിക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല. വല്ലപ്പള്ളി സ്റ്റാൻഡിലെ ബസ്സൊക്കെ വിളിച്ച് പറഞ്ഞ ഏതിൻ്റെ പുള്ളി അങ്ങ് അയ്യരി വെള്ളമാണ്. പുള്ളിക്ക് വെള്ളമില്ല, ജീവിക്കാൻ. ഭാര്യ മറ്റ് വീടുകളിൽ പണിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ വളർത്തും. 10-60 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, ജോസാൻ തീരെ ചെറുപ്പത്തിൽ തുടങ്ങിയതിൻ്റെ വെള്ളം. അതെ സാർ. അപ്പം ഇതിൻ്റെ സുഖവും ഗുണവും മണവും എല്ലാം മനസ്സിലായില്ല. ഇനി ഇതൊന്നും നിർത്തിക്കൂടാ. 3 പെൺപിള്ളേരെ കെട്ടിക്കണം. നമുക്കിതൊന്നും ബാധകമില്ല അല്ലേ? സ്റ്റാൻഡിലെ ഏജൻറ്റ് വിളിച്ച് പറയും വെള്ളമടിക്കും. ഞാൻ പറഞ്ഞു, 10-60 വയസ്സ് ഇത്ര കാലവും ഇത് ചെയ്തില്ലേ? ഇനി ഇതൊക്കെ മതിയാക്കാനായി. ഇവർക്ക് ഇതൊന്നും മതിയാക്കാനായിട്ട് അല്ലേ? വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കണം. ലോക സ്ഥാപനം മുതൽ ഇന്ന് വരെ ഏത് രോഗം വന്നിട്ടും 6 മാസമോ 10 മാസമോ നീണ്ടുന്ന രോഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ കേരളത്തിൽ തന്നെ പ്ലേഗും കുഷ്ഠരോഗവും കോളറയും ഒക്കെ പടർന്നു പിടിച്ച് മസൂരിയൊക്കെ പടർന്നു പിടിച്ച് അനേകം മരിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ മാറിയിട്ടുമുണ്ട്. ഇത് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടും രോഗവ്യാപനം കൂടി വരികയാണ്. ഒരു ശക്തിക്കും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ദൈവം അയച്ചതാണെങ്കിൽ നിന്നെ കൊണ്ട് മരുന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റുകയില്ല. നീ അത്രമാത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. ഇന്ന് നീ അതോ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ പ്രവൃത്തി ദൈവത്തിന് പ്രസാദമുള്ളതല്ല, ദൈവത്തെ വേദനിപ്പിക്കുന്ന മറന്നുപോകും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ ചോദിക്കുക, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതുപോലെ സംഭവിച്ചിട്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇത് നിലവിളിക്കുവാൻ മുറയിടുവാനുള്ള സമയമാണ്. യൗവനത്തിലെ ഭർത്താവ് മരിച്ചുപോയ കന്യകയെ പോലെ രട്ടെടുത്ത് വിലപിക്കുവാൻ നമുക്കൊരുങ്ങാം. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഐക്യവത്തിൽ ഇഷ്ടപ്പെടുന്നതിനായ ദൈവമേ, നിന്നെ അറിയാൻ നിങ്ങളുടെ ജീവനിലേക്ക് നിന്റെ സ്നേഹം ഞങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിനോടൊപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ബുദ്ധിയുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തത്തിനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തെ ആരംഭം ഞങ്ങളെ സ്വത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു.
നിന്റെ മഹാശക്തിയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലോപ്പെടാതെയും നിന്റെ ഉപാധി ചെയ്യണം എന്നെ എപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകലത്തിന്റെ ഭരത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നിരപ്പിന്റെ ശുശ്രൂഷകളെ ഫലമേൽപ്പിക്കുകയും ബലവും ധൈര്യമുള്ളവനായി ഞങ്ങളെ നടത്തുകയും ചെയ്ത സർവാധിപതിയായ ദൈവമേ, ക്രിസ്തുവിന്റെ സ്ഥാനപതികളായിരിക്കുവാൻ ലജ്ജിക്കാതെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും ജനങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും ഇടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചില നാളുകൾക്ക് ശേഷം ഉപാധികളോടെ ഇളവുകളോടെ ചെറിയ തോതിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. മാർച്ച് മാസം 15-ാം തീയതി മുതൽ കഴിഞ്ഞ ആഴ്ച വരെ ആരാധനയില്ലാതെ കൂട്ടായ്മയില്ലാതെ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയങ്ങളിൽ അടഞ്ഞു കിടന്നു. ദൈവജനമായ ദൈവപ്പാട് ആശ്വാസം നൽകുന്നു. ശേഷാല കോവിഡിൻ്റെ മഹാമാരി ലോകത്തെ മുഴുവനായി ഒരുപോലെ ഭയപ്പെടുത്തി ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരണം വഴിയായി മാറ്റപ്പെടുന്നു. അനേക ലക്ഷങ്ങൾ അതുപോലെ ചികിത്സയിലും നിരീക്ഷണത്തിലുമൊക്കെയായി ആശുപത്രികളിലും ഭവനങ്ങളിലും കോളനിയിലൊക്കെയായി കഴിയുന്നു. രോഗത്തിൻ്റെ ഭീകരത, ദുഃഖവും പ്രയാസവും പ്രതിസന്ധികളും വേദനകളും ഒക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങളും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവർ, അങ്ങനെ കഷ്ടപ്പെടുന്ന എല്ലാ ജനത്തോർത്തും പ്രാർത്ഥിക്കുക. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുള്ള എല്ലാവരുമായി പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഗവൺമെൻറ്, എല്ലാ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സായി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രവർത്തനങ്ങളൊക്കെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എത്രയും വേഗത്തിൽ ഇതിനൊരു പൂർണ്ണമായ വിടുതൽ, ഒരു ജയം ദൈവം നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകമെ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത കണ്ട് മനസ്സരിച്ചൊരു കർത്താവ്, അവരുടെ നിലവിളി കേട്ട് മനസ്സരിച്ചൊരു കർത്താവ്. തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ആയിരങ്ങൾ ദൈവത്തോട് നമ്മളെ കേൾപ്പിച്ചതുപോലെ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ, വിലപിക്കുമ്പോൾ കണ്ണീർ കണ്ട് മനസ്സറിയുന്ന കർത്താവ് നമ്മെ വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ മുറ്റുമായി ദൈവങ്ങളെ സമർപ്പിക്കുക. എല്ലാ സഭാഭവനങ്ങളെയും വ്യക്തികളായി, കുടുംബങ്ങളായി, പേരുപേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷകളെ ഏൽപ്പിക്കാം. നേതൃത്വങ്ങൾ എല്ലാവരെയും, ചർച്ച കമ്മിറ്റിക്കാരെ, കൈക്കാരന്മാരെ, ഇരുവരെ, സെക്രട്ടറിയെ, കപ്പ്യാർച്ച എല്ലാ കമ്മിറ്റികളെയും, എല്ലാ സംഘടനകളെ നേതൃത്വം പ്രവർത്തിക്കുന്നവരൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ജനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിലായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അനേക പ്രിയപ്പെട്ട രോഗാവസ്ഥയോടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ലിജോയെ ദൈവം നല്ലൊരു ആശ്വാസത്തിന് വിടുതലിനായി, ആരോഗ്യത്തിനായി സ്തോത്രം, പൂർണ്ണമായ വിടുതലിനായി, ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുക. കൊച്ചുവേലിക്കലെ മാതാവിനെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുക. ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, അനേക ശരീരം ക്ഷീണവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ചെറുകുളത്തെ അമ്മയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൽ ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്നവരൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യഭാരങ്ങളിരിക്കുന്നവരൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് സ്കൂളുകളിൽ പുറകിലൊന്നും റെഗുലർ ക്ലാസ്സുകളില്ലാതെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലേശകരമാണ്, പ്രയാസകരമാണെങ്കിലും ദൈവം സ്വർഗീയാനവരെയൊക്കെ നിറയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ, ജസ്റ്റിനും ജിൻറ്റുമൊക്കെ ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് അവർക്ക് ലഭിച്ച നല്ല തിളക്കമാർന്ന ജയത്തിനായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലികൾക്കായി നോക്കി പാർക്കുന്ന കുഞ്ഞുങ്ങൾ,
വിവാഹപ്രായം തീർക്കുന്നതിലൊക്കെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ഭവനങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്യദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ പ്രകാരം ഈ മഹാമാരിയുടെയൊക്കെ മധ്യത്തിൽ അന്യദേശങ്ങളായിരിക്കും പ്രിയങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കൃപയോട് കൂടെ ഇരിക്കട്ടെ പ്രാർത്ഥിക്കാം. നമ്മുടെ സിസ്റ്ററെയൊക്കെ ഏൽപ്പിച്ച് പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ദൈവയാക്കിയല്ലോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തിയെന്ന് പറയത്തക്കവണ്ണം ഓരോ ദിവസവും സഭയായി കുടുംബങ്ങളായി ദൈവം പരിപാലിച്ച് വഴി നടത്തിയതിനൊക്കെ സ്തോത്രം ചെയ്യാം. ജോലി നഷ്ടപ്പെട്ടപ്പോഴും പണിയുടെ പേരുകളൊക്കെ ഇല്ലായിരുന്നപ്പോഴും ഒന്നിനും ബുദ്ധിമുട്ട് കൂടാതെ ദൈവം വഴി നടത്തിയല്ല. കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിപ്പാൻ, നമ്മൾക്ക് വേണ്ടി കരുതുവാൻ, വിചാരപ്പെടുവാൻ എന്ത് യോഗ്യത നമ്മളിലുള്ളത്. ഞാൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളി നരളിച്ചൊരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കടന്നു വന്ന ദൈവത്തിനെ സ്തുതിക്കാം. നമ്മളെ കേൾപ്പിച്ച ദൈവികാരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ നിലവിളിക്കുവാൻ, വിലപിക്കുവാൻ, മുറയിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചല്ലോ. പ്രത്യേകിച്ച് കർത്താവ് തൻ്റെ സ്ഥാനപതികളായി ലോകത്തിലെ നിങ്ങളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തോടെ വിശ്വസ്തരായി, അനുസരണയുള്ളവരായി, ധൈര്യമുള്ളവരായി, കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവർക്കായി, കർത്താവിൻ്റെ പ്രവൃത്തികൾ പങ്കാളികളായി തീരുവാൻ എല്ലാവരെയും നീ ഒരുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനായി, ഇവിടെ പ്രദേശത്തിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ചെറിയൊരു കൂട്ടമായി നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മുടെ ദേശത്തിന് വലിയൊരു വിടുതൽ അനുഗ്രഹമാക്കി തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കൊച്ചുമിക്കായി കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ ഭരണകർത്താക്കളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കണം പ്രാർത്ഥിക്കാം. അതിനനുസരിച്ച് എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യാം. അതിനനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരും ഒരുക്കണം പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ സ്തോത്രത്തോടെ ദിവസം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ ഭാവങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞു നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവവരങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. താല്പര്യപ്പെടുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ മക്കളെ
ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം. ഹല്ലേലൂയ. 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 ആമേൻ. പൊതുവിലുള്ള സ്തോത്രം ചേർന്നു. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെയും പിതാവേ, അയോഗ്യയുടെ സകലവിഷയുടെ നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആരാധനയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയമനപൂർണ്ണ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ് സകലർക്ക് വേണ്ടിയും എല്ലാവരുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടും വേണ്ടിയും കൃപാവഴിക്ക് വേണ്ടിയും അതിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ എന്നുള്ള തീരേണ്ടതിനും നിന്നെ സേവിതങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാടൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ അടുപ്പിനും കൂടെ നിന്റെ സ്ഥിതിയെ പ്രസ്തപ്പെടുത്തേണ്ടതിനും നിന്റെ സഹകരണത്തിന് ബോധനകരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കുന്ന സ്ഥാനാവിനും സർവ്വമാനം മാത്രവും കരാസാനം കൂടെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവം ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവന്റെ അപേക്ഷപ്രകാരം നമ്മൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ ഇടയായ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ആരോഗ്യം നിവൃത്തി വരുത്തി ലോകത്തിൽ സത്യവിജ്ഞാനം വരെ ലോകത്തിന് തീവിന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സർക്കാർ ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരിമിതമായ സാഹചര്യത്തിൽപ്പെട്ടായി ഇടയാക്കി പോകട്ടെ. കർത്താവ് ആരാധന വ്യാപരിക്കുകയും ദൈവത്തിനായി വചനത്തോട് കർത്താവ് യുവക്കാരി ഞങ്ങളോട് ഇടപെട്ട കളിക്കായിരുന്നു ശേഷാൽ കർത്താവ് ആരാധന നടത്തി അവിടുത്തെ പ്രവാസത്തിൽ മുഴക്കാൻ നടത്തിയിരിക്കുന്നു. കർത്താവ് ഇതിനെ സ്തോത്രം ചെയ്തു. കർത്താവിയുടെ ആശ്രയിക്കുകയും കേൾക്കുന്നു. നല്ലതും നല്ലതും വിശ്വസമായി കൂടി ആയുസ്സും നൽകി പഠിക്കുവാൻ ആവശ്യമായ ദൈവം നൽകി കർത്താവ് മാതാവർക്ക് അനുഗ്രഹമായി കർത്താവിനെ പരിപാലിച്ചത് കർത്താവ് നന്ദിയുടെ സ്ഥാപനം കർത്താവിയുടെ കൃപയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് ഒരു ജന്മദിനങ്ങളെ കൊണ്ടാടുന്ന ഹൃദയപൂർവ്വം പുതിയ വർഷത്തിൽ കർത്താവ് കുടുംബങ്ങളോടെ കർത്താവ് വിശേഷാല സൺഡേ സ്കൂളിലും പ്രേരണയൊക്കെ ആയിരുന്നു കർത്താവ് വൈദ്യരാണെന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. വളർച്ച ഓരോന്നാളും കർത്താവിൻ്റെ കൃപയും സ്ഥാനത്തിലൂടെയും പ്രാർത്ഥിക്കുന്ന കർത്താവ് മാതാവിനെ സഹോദരനെ ഒക്കെ പ്രാർത്ഥിക്കും. കുടുംബമായ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വളർച്ച കർത്താവിൻ്റെ വിദ്യാഭ്യാസത്തെ കൃപയും സ്ഥാനത്തിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം.
കർത്താവെ ഏതെങ്കിലും കർത്താവെ ഒന്നും അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വലിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതുവാൻ ഞങ്ങൾക്കായി ഞങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമായ നമ്മളുടെ സ്ഥാപനം ചെയ്യുന്നത് അനുഗ്രഹിക്കണമേ. ഈ വർഷം കർത്താവ് ദീർഘങ്ങളോടെ നമ്മളെ നടക്കുന്ന മോഹം യേശു കർത്താവിൻ്റെ വിശുദ്ധാൻ പരീക്ഷിക്കുന്നു. ദൈവവും പ്രേരണമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് കർത്താവ്യാരാധന വ്യാപിച്ചവരുടെ സ്ഥിതിക്കുന്നു. കർത്താവ്യാരാധന വാക്യത്തിൽ അങ്ങയുടെ കൃപാസനത്തിൽ കർത്താവെ മുഴക്കാൻ നടക്കുന്ന കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആയുസിൻ്റെ ഈ സമയം വരെ കർത്താവെ അവിടുത്തെ കൃപയെ പരിപാലിച്ചെന്ന് പ്രത്യേകിച്ച് ആയുസ്സുമാരും സുഖവുമൊക്കെ നൽകി പഠിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നൽകി. കർത്താവെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ നല്ല ഗ്രേഡോടെ 86% മാർക്കോടെ പാസ്സാകാൻ കണ്ടുകൊണ്ട കർത്താവ് അവിടുന്ന് കൃപ ചെയ്തില്ല. കർത്താവെ പ്രിയ പൈതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വിജയത്തിൽ കർത്താവെ സഭ സന്തോഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിച്ചു വേണ്ടക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പുറപ്പെടുന്നതിനായിട്ട് ഒരുങ്ങുന്നു. കർത്താവ് പ്രിയ അഭിഷേകങ്ങൾക്ക് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപയും സാധിക്കുന്നതിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരുടെ ജീവിതത്തെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാഭ്യാസത്തോടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നേടുവാൻ ഉണ്ടാവുക അവന് കുറേയാണ് പ്രാർത്ഥിക്കുന്നു. മാതാവിനെയും പിതാവിനെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒന്നും കുറവ് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി കർത്താവ് നേടുവാൻ വിധേയത്തിന് പ്രാർത്ഥിക്കുന്നു. ശിക്ഷാന കർത്താവ് ദേവാലയത്തിൽ കർത്താവ് വേറെ യൂത്തിലൊക്കെ ആയിരുന്നു. കർത്താവ് പ്രത്യേകിച്ച് വേണ്ട പ്രോസ്പെയറൊക്കെ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് കരുന്നു തോന്നുന്ന മനസ്സ് പോക്കിലും വരലൊക്കെ കർത്താവ് സ്ഥാനത്തേക്ക് അനുദാഹ കൂട്ടിരിക്കുന്നുണ്ടോ പാവബന്ധങ്ങളൊന്നും കർത്താവെ അകപ്പെട്ടു പോകുവാൻ ഇടയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ വഴിയിലോട്ട് വചനം വിളിച്ചു മാറ്റാൻ പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കണമേ. ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുതിയ വർഷങ്ങൾ കർത്താവെ പുതിയ പഠനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവ് നന്മകൾ കൊണ്ട് നിറയ്ക്കണം. നമുക്ക് കൊടുക്കണം. യേശു കർത്താവ് പരിശുദ്ധമായി പരീക്ഷിക്കുന്നു. കാര്യത്തിന് പ്രയത്നമായിരുന്നു. സമർപ്പണത്തിനായിട്ട് മുമ്പോട്ട് നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നീടുനാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നീടുവോ കഷ്ടതയിലും കഷ്ടതയിലും കരം പിടിച്ചു കൺമണിവോ നടത്തിയവൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നീടുവോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നീടുവോ. എന്നെ പോകെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എന്നെ പോയി വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും ക്രിസ്തുവേശുദ്ധികളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും വഴി നടത്തി നാൾപോറും ഞങ്ങളുടെ ഭാരങ്ങളെയൊക്കെ ചുമത്തി ഈ നല്ല വിലയേറിയതുമായ സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ചില മാസങ്ങൾക്ക് ശേഷം കർത്താവ്
ഒരു പ്രാവശ്യം കൂടി ദൈവജനമായി കർത്താവിയോടത്തെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ കർത്താവ് ജീവിതത്തിൽ നൽകുന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയുടെ സ്തോത്രം. കർത്താവ് നേരഭേദം കൂടാതെ സമയഭേദം കൂടാതെ ഏത് സമയം കർത്താവെ എൻ്റെ അപ്പൻ്റെ പാതകത്തിൽ അടുത്ത് വരുവാൻ വലിയ പദവിയും കർത്താവെ അവസരം ഞാൻ പ്രതികരണങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ആരാധന സംബന്ധിച്ച് എല്ലാ പ്രിയമക്കളുടെ സ്തോത്രം, ആരാധന വ്യാപരിച്ചവരുടെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്നതിന് ആരോഗ്യ സ്തോത്രം കാര്യമില്ല. ശിക്ഷാന്റെ കർത്താവെ ആരുടെ മധ്യത്തിൽ ദശാംശ സമർപ്പണത്തോടെ കർത്താവെ അവിടുത്തെ കൃപാസനത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയമക്കൾക്കായി കർത്താവെ അവകാശത്തോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഈ പ്രതിസന്ധിയുടെ കർത്താവെ മഹാമാരിയുടെ ഒക്കെ മൊത്തത്തിൽ കർത്താവെ ഒന്നിനെപ്പോലും വെട്ടിക്കുറയ്ക്കാതെ ഒന്നിനെപ്പോലും കർത്താവെ ഭാരപ്പെടുത്താതെ പ്രയാസപ്പെടുത്താതെ കർത്താവെ ആഹാരത്തിന് കുറവില്ലാതെ വസ്ത്രത്തിന് കുറവില്ലാതെ ഇന്ന് പകർക്കാലം ധൈര്യത്തോടെ പറയുന്നുണ്ടാക്കുന്ന കർത്താവെ അനുഗ്രഹിച്ച് വഴിനടത്തുന്നതിന്റെ സ്തോത്രം. പോക്കിനും വരവും ഒക്കെ കർത്താവിന്റെ കൃപയിലിരിക്കുന്ന സ്തോത്രം. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നന്മകളെ തരുമ്പോൾ ഹല്ലേലൂയ. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്ന് ദശാംശം നീക്കിവെച്ച് കർത്താവെ ദൈവരാജ്യ മതത്തിനെ കൊടുക്കാൻ കർത്താവെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ഞങ്ങളെ കാണിച്ചു തന്നെ കുറയ്ക്കായി ഞങ്ങളിവിടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല കർത്താവെ അവിടുത്തെ മറ്റെല്ലാത്ത താല്പര്യമാണല്ലോ ഇന്ന് ദശാംശപ്പെടുത്തുന്ന എല്ലാ ദൈവങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. കർത്താവെ ദശാംശ സമർപ്പണത്തെ അവിടെ മാനിക്കണമേ. കർത്താവ് എവരെ തന്നെ കർത്താവ് സമർപ്പിച്ചതായി കണക്കാക്കിയവരെ കുടുംബമായി അനുഗ്രഹിച്ചവരെ പ്രാർത്ഥിക്കുന്നു. വരും നാളുകളിൽ കർത്താവെ കൂടുതൽ അധ്വാനിക്കാൻ കർത്താവെ കൂടുതൽ നേടുവാൻ കർത്താവെ ഹൃദയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് നിങ്ങൾക്ക് കിട്ടും എന്നനുസരിച്ച് കർത്താവെ അമർത്തി കുലുക്കി ഞങ്ങളുടെ കവിയുന്നൊരളവിനെ ഞങ്ങൾ കടന്നിരുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്ന സ്തോത്രം. ദൈവനാമത്തിൽ കൊടുക്കുന്ന നന്മ ലഭിക്കാൻ ഇന്ന് ഞങ്ങൾ വിജയപ്പെടുത്ത സ്തോത്രം. കർത്താവ് വലിയ നന്മകൾക്കുള്ള ഒഴിച്ചു കർത്താവെ വരും നാളുകളിൽ കർത്താവെ ഹല്ലേലൂയ കണക്ക് നോക്കാതെ കൊടുക്കുവാൻ മുറിവുകളെ ഗണ്യമാക്കാതെ ദൈവനാമത്തിനെ പോരാടുവാൻ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സാരാപത്തിലെ വിധേയത്വം ഹല്ലേലൂയ. കർത്താവിന്റെ പ്രിയമക്കളെ കർത്താവെ ഫലത്തിലെ മാവുകയാണ്. ഹല്ലേലൂയ. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ഹല്ലേലൂയ. ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ അപ്പ ധാരാളമായ വേദനിക്കണം നമ്മളെ നിറയ്ക്കണം ഓർക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ പരിശുദ്ധനാമത്തെ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കുമാറാകണം. കർത്താവ് നിങ്ങളുടെ പ്രകാശനങ്ങളെ നിങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു കഴിഞ്ഞു. നാനൂറ്റി 21 ഗീതം പാടുമ്പോൾ ഗീതം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ക്രിയ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളിലുള്ള എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുന്നതാകട്ടെ.